ഹായ് എവരി വൺ. അപ്പോൾ നമ്മുടെ മഹാനായ അതുലിന് വീണ്ടും കേസ്. അതായത് ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്നും അതുലിന് ഒരു മൈല് പോവുകയാണ്. ഇനി മുതൽ നീ ബിഗ് ബോസിൽ നടക്കാത്ത കാര്യം നടന്നു എന്ന കള്ളവാർത്ത കൊടുത്തു കഴിഞ്ഞാൽ നിനക്കെതിരെ കേസ് കൊടുക്കും, നിന്റെ ചാനൽ ഇല്ലാതാക്കുമെന്നാണ് മൈല് പോയത്. പൊന്നാര അതുലെ, എന്ത് കള്ള വാർത്തയാണിടാ നീ പുറത്തുവിടുന്നത്? പൊന്നാര മക്കളെ, അതിൽ ബിഗ് ബോസ് സംബന്ധമായി പുറത്തുവിട്ട കള്ളവാർത്ത. രേണുവിനെ എൻ്റെ അടുത്ത് വരാം, നിങ്ങൾ നോക്കണം. അതായത് മോഹൻലാൽ രേണുവിനെ വിളിക്കുന്നു, അതായത് രേണു സുധി എവിക്റ്റായി എന്നുള്ള കള്ളവാർത്തയാണ് ഇവിടെ അതുൽ കൊടുത്തത്. മോനെ അതുലേ, ബഷീർ ബഷിയുടെ കേസ് ഇപ്പോൾ നാളെയോ മറ്റന്നാളോ കോടതിയിലെത്തും. അതിനുള്ളിൽ ബിഗ് ബോസും നിന്നെ. പൊന്നാര മക്കളെ, ഓക്കെ, ഞാൻ ഒരു വിഷയം ഇപ്പൊ പറയാം. അതായത് ഇങ്ങനെ തമ്മിലിട്ട് ആദ്യം പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേട്ടു നോക്കണം. ഓക്കെ, പോകരുത്. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. എന്തിനാണ് നിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത്? പൊന്നാര മക്കളെ, ഒരു കാര്യം പറയുകയാണ്, അതിൽ ഇല്ലാത്ത വാർത്തയല്ലേ കൊടുക്കുന്നത്. രേണു സുധി എവിക്റ്റായി എന്ന് തമ്മിൽ എഴുതി കഴിഞ്ഞാൽ ആ തമ്മിൽ കാണുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ അതിൽ ചിലർക്കൊക്കെ അറിയാം ഇവൻ പച്ചക്കള്ളനാണ്, ഇതിനൊന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. എന്നാൽ ഒരു വിഭാഗം ആൾക്കാരുണ്ട് ഇതൊക്കെ സത്യമെന്ന് വിചാരിക്കുന്ന വിഭാഗം. അവർ വിചാരിക്കുന്നത് രേണു സുധി എവിക്റ്റായി എന്നല്ലേ. എന്താണ് അതിൽ പ്രശ്നം? അങ്ങനെ വിചാരിച്ചാൽ എന്താണ് ബിഗ് ബോസിനുള്ള പ്രശ്നം? ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണ്. നിങ്ങൾ ക്രിക്കറ്റ് കളി കാണുന്നവരാണെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ 99 റൺസിനിടെ സച്ചിൻ ടെണ്ടുൽക്കർ ഔട്ടായി കഴിഞ്ഞാൽ എത്ര പേര് ടി വി ഓഫ് ചെയ്യുന്നുണ്ട്? ഇനി ഞങ്ങൾ കാണുന്നില്ല എന്ന് പറഞ്ഞ് ടി വി ഓഫ് ചെയ്തു പോകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് രേണു സുധിയെ സ്നേഹിക്കുന്നവർക്ക് രേണു സുധി എവിക്റ്റായി എന്നുള്ള ഒരു വാർത്ത കണ്ടു കഴിഞ്ഞാൽ അവർ ബിഗ് ബോസേ കാണൂല. എന്തിനാണ്, അവിടെ രേണു സുധി ഇല്ലല്ലോ, അങ്ങനെയാണ് വിചാരിക്കുന്നത്. അങ്ങനെയാണ് ബിഗ് ബോസ് മൈലയച്ചത്. ഇനി മേലിൽ നടക്കാത്ത വാർത്ത നീ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ നിനക്കെതിരെ കേസ് കൊടുക്കും, നിന്റെ ചാനൽ ഇല്ലാതാക്കുമെന്നാണ് അതുലിനോട് പറഞ്ഞത്. രേണു സുധി സത്യത്തിൽ ഇപ്പോൾ എവിടെയാണ്? പുറത്തായിരുന്നെങ്കിൽ ഒരുപാട് ഷോർട്ട് ഫിലിം, ആൽബം, അതുപോലെ മറ്റു പല ഫോട്ടോഷൂട്ടുകൾ, എന്തൊക്കെ കോലാഹലങ്ങളായിരുന്നു. ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഒരു സമയത്ത് രേണു സുധി തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ എവിടെയാണ് രേണു സുധി? ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടെന്ന് പറയുന്നു, പക്ഷെ ഞാൻ നോക്കിയിട്ട് കാണാൻ സാധിക്കുന്നില്ല. അവിടെ മൊത്തമായി തിരഞ്ഞിട്ടും രേണു സുധിയെ കാണാനില്ല. എവിടെ പോയി രേണു സുധി? പൊന്നാര അതുലെ, നിനക്ക് ഇതൊക്കെ പറയാനുള്ള അധികാരമുണ്ട്. പക്ഷേ തമ്മിൽ എന്തുകൊണ്ട് ലാലേട്ടൻ എൻ്റെ അടുത്തേക്ക് വരൂ എന്ന് വിളിച്ചു എന്നുള്ള കള്ളവാർത്ത നീ പ്രചരിപ്പിക്കുന്നത്? അതായത് തമ്മിൽ എഴുതുന്നതൊന്നാണ്, പറയുന്നതൊന്നാണ്. പിന്നെ ഇവൻ പറഞ്ഞല്ലോ മുമ്പ് രേണു സുധി ആയിരുന്നു ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയം. അതൊക്കെ നീയൊക്കെ കള്ളവാർത്ത കൊടുത്ത് ഉണ്ടാക്കിയതല്ലടാ അതുലെ. രേണു സുധിയെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പരത്തിയത് നീയല്ലടാ അതുലെ. എന്താണ് പൊന്നാരതുലെ, നീയൊക്കെ വീഡിയോ തുടങ്ങുമ്പോൾ പറയുകയാണ് എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ ലൈക്ക് ചെയ്യണമൊക്കെ. എന്തിനാണ് നിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു നല്ല വാർത്ത നീ കൊടുക്കുന്നുണ്ടോ? 100 വീഡിയോ നീ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ 99 കള്ള വാർത്തയല്ലേ അതുലെ? 1-2 വീഡിയോ മാത്രമാണ് ഉള്ളത് പറയുന്നത്. ആ ഉള്ളത് പറയുമ്പോൾ അതിൽ 90% ഇല്ലാത്തത് ചേർത്താണ് ഈ അതുൽ പറയുന്നത്. പൊന്നാരതുലെ, ഞാനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും പറയുന്നില്ല. കാരണം എന്താണ്, ഞാനൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഞാൻ പൂർണ്ണമായിട്ടും എല്ലാ അഭിപ്രായവും പറയാൻ ഞാൻ അർഹനെന്ന് എനിക്ക് തോന്നുമ്പോഴേ ഞാൻ അങ്ങനെ പറയും. ഇപ്പം ഞാൻ അർഹനല്ല, ഒരു പക്ഷേ ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടാവും. അപ്പോൾ ഇവനൊക്കെ പറയുന്നത് വിട്ടിത്തരമാണ്, ഇല്ലാത്ത വാർത്തയാണ്. അത് തുടങ്ങുമ്പോൾ പറയുകയാണ് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നൊക്കെ. ഓക്കെ, അതിൻ്റെ അടുത്ത തമ്മിൽ ഞാൻ വായിക്കാം. ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോകും, സുധിയുടെ കൂടെ കൽപ്പന. അതായത് ഈ രേണു സുധി ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോകും, സുധിച്ചേട്ടൻ്റെ കൂടെ ഒരു കൽപ്പന എന്നാണ്. ആരാണ് നിന്നോട് പറഞ്ഞത്? ഇതിനൊക്കെ ഞാനൊരു കാര്യം പറയുകയാണ്, രേണു സുധിയുടെ നാട്ടുകാരോടാണ്. നിങ്ങളുടെ നാട്ടുകാരിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇവൻ്റെ വീട്ടിൽ കയറി തല്ലണം എന്നാണ് ഞാൻ പറഞ്ഞത്. എത്ര മാത്രമാണ് രേണു സുധിയെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ ഇവൻ പബ്ലിഷ് ചെയ്യുന്നത്? എന്താണ് അതുലെ? ഒരു ചെറിയ ചാനൽ ആണെങ്കിൽ നമുക്ക് പറയാം പൊങ്ങി വരാനായിട്ടുണ്ടാവും ഇങ്ങനെ വാർത്ത കൊടുക്കുന്നതെന്ന്, അങ്ങനെ നമുക്ക് ചിന്തിക്കാം. ഇതിപ്പോൾ ഇത്രയധികം ആൾക്കാർ നോക്കുന്ന ഒരു ചാനലിൽ എന്തിനാണ് കള്ളവാർത്ത വിടുന്നത്? പൊന്നാര അതുലെ. ഓക്കെ, അടുത്ത തമ്മില് യുവതി രംഗത്തു, രേണുവിൻ്റെ വീട് മറ്റൊരാൾക്ക് കൊടുക്കാൻ തീരുമാനം. ആര്, എപ്പോ? ഇങ്ങനൊരു മാറ്ററേ നടന്നിട്ടില്ല. ഇവൻ വെറുതെ പറഞ്ഞുണ്ടാക്കുകയാണ്. എന്താണ് അതുലെ? ഇത്തിരി വ്യൂസ് കിട്ടണം, വ്യൂസ് കിട്ടി പൈസ കിട്ടണം എന്ന് പറഞ്ഞ് ഒരു കുടുംബത്തെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ വിളിച്ച് പറയണോ? നീയൊക്കെ രേണു സുധിയെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഒരു പ്രശ്നവും സംഭവിക്കുന്നില്ല. നീയൊക്കെ ബഷിയെ കുറിച്ച് ഒരു പ്രാവശ്യം പറഞ്ഞപ്പോൾ നിനക്കൊക്കെ അറിഞ്ഞല്ലോ എന്താണ് സംഭവമെന്ന്. എന്താണ് അതുലെ? സത്യം പറഞ്ഞാൽ
നിന്നൊക്കെ വിചാരിക്കുമ്പോൾ എനിക്ക് ടെൻഷനാണ് തോന്നുന്നത്. ഇത്ര വലിയ യൂട്യൂബറായിട്ട് ഒരു സത്യസന്ധമായ വാർത്ത പുറത്തു വിടാൻ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നീ ആ കസേരയിൽ ഇരിക്കുന്നത്? അതിനെ ബിഗ് സല്യൂട്ട് കൊടുക്കുന്നത് നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണയാണ്. അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് പഠിച്ചുകൊണ്ട് ഉള്ളതാണെങ്കിൽ മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, ഞാൻ പേഴ്സണലി ഇപ്പോൾ ഈ അടുത്തായി സായി കൃഷ്ണയെ പിന്തുടരുന്ന ഒരാളാണ്. അതായത് സീക്രട്ട് ഏജന്റ് എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അങ്ങനെ മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഓക്കെ, ഷിർ തൻ്റെ ആദ്യ ഭാര്യ ഷുഹാനയെ തിരിഞ്ഞു നോക്കുന്നില്ല, ഭാര്യ രംഗത്ത്. എന്താണ് പൊന്നാര അനിയ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളാണ് പ്രേക്ഷകരെ, നിങ്ങളാണ് തെറ്റുകാർ. നിങ്ങളല്ലേ ലൈക്ക് അടിക്കുന്നതും സബ്സ്ക്രൈബ് ചെയ്യുന്നതും കമൻ്റ് ഇടുന്നതും. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണം. കാരണം പാവം പ്രേക്ഷകരെ, നിങ്ങൾ വിചാരിക്കുന്നത് ഇത് സത്യമായിരിക്കും, അതിൽ പറയുന്ന കാര്യം സത്യമായിരിക്കും, രേണു സുധി നാളെ എവിക്റ്റ് ആവും, ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഇന്നലെ നോക്കൂ, ഇവിടെ അതുൽ പറഞ്ഞത് രേണു സുധി എവിക്റ്റ് ആവും എന്നാണ്. എവിക്റ്റ് ആയത് ആരാണ്? ബിൻസി അല്ലേ? അപ്പോൾ ഇവൻ്റെ ഒരു വാർത്ത നിങ്ങൾ നോക്കണം. ഓക്കെ, പൊന്നാര അതുലെ ഒരു കാര്യം പറയുകയാണ്, നല്ല വാർത്ത കൊടുക്കുക. അതായത് ഉള്ള വാർത്ത, സത്യസന്ധമായ വാർത്ത കൊടുക്കു പൊന്നാര അതുലെ. എന്തിന് ജനങ്ങളെ പറ്റിക്കുന്നു അതുലെ? അപ്പോൾ ഏതായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.